ഹലോ! ഇതെവിടെയാ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ വയനാട്ടിലുള്ള ചേകാടിയാണ് കേട്ടോ. അവിടെ ഒരു പാലമുണ്ട്. ആ ഒരു പാലത്ത് നിന്നുള്ള നമ്മുടെ കബനി നദീൻ്റെ ഒരു വ്യൂ ആണ്. ഭയങ്കര സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മഴ പെയ്തത് കൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ മുൻപ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ കല്യാണത്തിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഞാൻ സെക്കൻഡ് ടൈമാണ് വരുന്നത്. അപ്പോൾ നമുക്കിന്ന് ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല. ഇങ്ങനെ ഞാനെപ്പോഴും പറയാറുണ്ട് വീഡിയോസിലൊക്കെ എങ്കിലും വീക്കെൻഡ്സിൽ ഞങ്ങൾ എങ്ങോട്ടേലും പോകും. അതായത് കുറേ ദൂരേക്കൊന്നും പോവില്ല. ജസ്റ്റ് നമ്മളെ വയനാട്ടിൽ എവിടെയെങ്കിലും സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പോയിട്ട് വെറുതെ കണ്ടുവരും. എനിക്കൊന്ന് ചായ കുടിച്ചിട്ട് വരും. അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വരും. അങ്ങനെ ശനി ഞായറായിട്ട് അങ്ങനെയായിട്ട് ഇറങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തവണ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ചേകാടി പാലത്തിലേക്കായിരുന്നു. ഇപ്പം പറഞ്ഞില്ല അന്ന് പോയ സമയത്ത് ഇങ്ങനെ വെള്ളമൊന്നുമില്ല. ഇതിലിങ്ങനെ കുറേ പാറകൾ ഇങ്ങനെ മുളച്ച് നിൽക്കുമല്ലോ വെള്ളം അല്ലാണ്ടിരിക്കുമ്പോൾ. അതും നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. ഇതിപ്പോൾ ഫുള്ള് വെള്ളമായിട്ടോ അതിനെക്കാട്ട് മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു കേട്ടോ. അപ്പം എനിക്കോട് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിലിറങ്ങാനായിട്ട്. പക്ഷേ അവിടെയൊക്കെ വെള്ളം ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നേ. എന്നാലും സൈഡിലൊക്കെ നിന്നിട്ട് കുറേ പേര് മീൻ പിടിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ചേകാടിയിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോരാൻ കേട്ടോ. എനിക്ക് തോന്നുന്നു 3/4 മണിക്കൂറോളം നമുക്കവിടെ ബത്തേരിയിൽ ട്രാവൽ ഉണ്ട്. പുൽപ്പള്ളി വഴി വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാട്ടുകൂടെയൊക്കെ വരണം. റോഡെന്ന് വെച്ചാൽ ഭയങ്കര മോശമായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത് നമ്മൾ കുറുവേൻ്റെ വേറെ ഏതൊരു വഴി കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ പോകുമ്പോൾ എനിക്ക് പേടിണ്ടായിരുന്നു. കാരണം ആനയും കടുവയൊക്കെ ഇറങ്ങുന്ന സ്ഥലം. അപ്പം അഥവാറ്റം ഭയങ്കര കുഴികളായിരുന്നു പോകാനായിട്ട്. അപ്പം എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ അടിപൊളി സ്ഥലമാണ് കേട്ടോ. കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് വേറൊരു ദിവസത്തായിരുന്നു കേട്ടോ. ഇതൊക്കെ ഞാൻ ഏതെങ്കിലും ഒരു ടൈം മൈ ലൈഫിൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്കിങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. അങ്ങനെയുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ. ഇതിപ്പോൾ എന്താ വെച്ചാൽ വേറെ ഒരു ദിവസം ഞങ്ങളിങ്ങനെ വെറുതെ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അന്ന് എനിക്കൊന്നും വേറെ സ്ഥലത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ മുട്ടിലുള്ള കോപ്പർ കിച്ചൺ ഇപ്പോൾ തന്നെ ബ്രാഞ്ച് എനിക്ക് തോന്നുന്നു കോഴിക്കോട് താമരശ്ശേരി എവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ വയനാട്ടിലാണ്. ഭയങ്കര അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഫുള്ളിങ്ങനെ മണി പ്ലാന്റ് വെച്ചിട്ട് ഒറിജിനൽ പ്ലാന്റ്സും ഉണ്ട്. എൻ്റെ ബാക്കിലുള്ളത് നമ്മുടെ മണി പ്ലാന്റിൻ്റെ ഒറിജിനലാണ്. ഇപ്പുറം കാണുന്നത് പ്ലാസ്റ്റിക്കാണ്. പക്ഷേ കുറേ നല്ല രസമാണ് കേട്ടോ. അവിടെ ആ ഹോട്ടലിനുള്ളിൽ കയറുന്ന സമയത്ത് നമുക്ക് ചില ഹോട്ടൽ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അങ്ങനെ ഇതിന് മുൻപ് നമ്മൾ ഈ ഒരു ഹോട്ടലിൽ പോയി കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ എനിക്ക് തോന്നുന്നു മെയിനായിട്ടുള്ള ഒരു ഡിഷാണ് നമ്മുടെ എന്താണ് തമിഴ് കല്യാണ ബിരിയാണിയോ അങ്ങനൊരു സംഭവമുണ്ട്. അവിടുത്തെ ആ ഒരു സ്പെഷ്യലാണ്. അതല്ലാണ്ട് കുറേ സംഭവമുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കഴിച്ചത് നമ്മുടെ സ്പെഷ്യൽ മിനി ഫലൂദയാണ്. ഭയങ്കര ടേസ്റ്റ് വെച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. ഇതിന് മുൻപ് ഞാൻ വന്ന് കഴിച്ച സമയത്തും ഇതേ സാധനം ഞാൻ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഓർമ്മയിൽ ഞാൻ ഫസ്റ്റ് തവണ ഓർഡർ ചെയ്ത് കഴിച്ചത് ഒരു ഭയങ്കര ഭയങ്കര രസമുണ്ട് കേട്ടോ. എനിക്ക് ആ ഒരു ഡിഷ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളൊരു കല്യാണ ബിരിയാണിയും ഫ്രൈഡ് റൈസും പിന്നെ വേറൊരു ചിക്കൻ അതേപോലെ തന്നെ മീൻ ഒക്കെ കൂടെ വരുന്ന ഈ ചിക്കൻ ലോലിപോപ്പ് അതിന് ആ ഡിഷിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. കുറേ സംഭവമുള്ളൊരു ഇതാണ് കേട്ടോ. അത് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പം നിച്ചോട്ടിനോട് ഞാൻ പറഞ്ഞു ഞാനെങ്ങനെ അറിയാം എന്തെങ്കിലും സാധനം ആദ്യം വന്നവന് വേണ്ട പിന്നെ അത് കഴിയാനാകുമ്പോഴേക്കും അവന് വേണ്ട. അങ്ങനെ അത് കൊണ്ടുവന്ന മുതൽ കഴിച്ചോണ്ട് കുറേ പറഞ്ഞു. അവനത് വേണ്ട. അത് കഴിഞ്ഞിട്ട് തീരാനായപ്പോൾ ആ ഗ്ലാസ് ഒന്ന് തോണ്ടിക്കൊണ്ട് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡ് ഇതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. അതിൽ നമ്മളെ കൂന്തലാണ് കേട്ടോ ഈ റൗണ്ടിൽ കാണുന്നത്. പിന്നെ വന്നിട്ട് ആ ഒരു കട്ട്ലറ്റ് ഇവിടെ കാണുന്നില്ലേ അതൊരു ഫിഷാണ് കേട്ടോ. അതെനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് പിന്നെ മറ്റേ അതിനിപ്പോൾ എന്താ പറയുക ആ ഫിംഗർ സംഭവം കാണില്ലേ ഒരു കോലിൽ കണ്ട അതിൻ്റെ ഒന്നും പേരെനിക്ക് അറിയില്ല കേട്ടോ ആക്ച്വലി. അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മീൻ മാത്രം അങ്ങോട്ട് അത്ര പിടിച്ചിട്ടില്ല. കാരണം അതത്ര ക്രിസ്പി അല്ല. ഉള്ളു ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ടായിരിക്കും. ബാക്കിയൊക്കെ നല്ല അടിപൊളി ഫുഡാണ്. അപ്പോൾ അന്ന് അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചു. പിന്നെന്താ അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഈ ഡേ ഇൻ മൈ ലൈഫിലേക്ക് വെച്ചാൽ പക്ഷേ പിന്നെ ഞാൻ ബാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് വന്നിട്ട് ഞാൻ മാമകത്തിൻ്റെ ഒരു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമുക്ക് നോർമലി ഞാൻ കൊളാബറേഷൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് കുറച്ച് വെറൈറ്റി എടുത്തപ്പോൾ ഞാൻ ഇതിലിടാമെന്ന് വിചാരിച്ചു. അല്ലാണ്ട് ഞാൻ മറ്റേ ചാനലിട്ടിട്ടില്ല കേട്ടോ. ഇത് മാമകത്തിൻ്റെ സോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. മിൽക്കി സോഫ്റ്റ് ബാത്തിങ് ബാറാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇവനെ ഞാൻ ഈ വീഡിയോ എടുക്കാൻ ഇത്തിരി പാടുപെട്ടു. അവർ നമ്മൾ എന്താ പറയുക കുറച്ച് ഇങ്ങനെ എടുക്കണം എന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പറയൂ കേട്ടോ. അപ്പം ഇത് എന്താ പറയുക നിച്ചോട്ടിന് സമ്മതിക്കണം. ഞാൻ പറഞ്ഞു ഇനി അടുത്ത മാസം മുതൽ എനിക്ക് കുട്ടികൾക്കുള്ള പ്രൊഡക്റ്റ് വേണ്ട, എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മതി എന്ന്. കാരണം ഇവനെ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര ടഫ്. അവൻ വന്ന് നിൽക്കില്ല. നമുക്കറിയാലോ ഇത്ര കുഞ്ഞു മക്കളൊക്കെയാണ് നമുക്ക് അവരെങ്ങനെ പിടിച്ചിരുത്താം. പക്ഷേ നിച്ചൂടിനെ കൊണ്ട് ഇപ്പം കാണിക്കുന്നത് എത്രയോ എടുത്തതിന് ശേഷമുള്ള കുറച്ച് നല്ല മൊമെൻറ്റ്സാണ്. ബാക്കി ഫുള്ള് കരച്ചിലും ദേഷ്യപ്പെടലും ഒച്ചപ്പാടൊക്കെയാണ് കേട്ടോ. അവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തരില്ല. സോപ്പ് എടുത്ത് കളിക്കുക അങ്ങനെ എങ്ങനെയൊക്കെയാണ് കേട്ടോ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ കഴിഞ്ഞിട്ട് കാണുമ്പോൾ നല്ല രസമല്ലേ. പിന്നെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് പ്രൊഡക്റ്റുകളും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ല ഇന്നങ്ങനെ ഭയങ്കര വലിയ വീഡിയോ ഒന്നുമല്ല, കുഞ്ഞൊരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ പുരി എഴുതാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക
ഒരു പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മാൾസിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ്. ഒരു ഡാർക്ക് ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡിലാണ്. ആകെ 59 രൂപയുള്ളൂ വരുന്നുള്ളൂ കേട്ടോ. പക്ഷേ നല്ലൊരു ഐബ്രോ പെൻസിൽ എന്ന് പറയാം, അടിപൊളി സംഭവമാണ് അതും. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു സ്കിൻ കെയർ പോലെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ എന്താ പറയുക ഒരു മോയ്സ്ചറൈസറാണ്. മുൻപേ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. നമ്മുടെ ഓയിലി ടു ഒരു നോർമൽ സ്കിന്നിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് പക്ഷേ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഒരുപാട് ഹൈഡ്രേഷൻ കിട്ടില്ല. ഒരു ജെൽ ടൈപ്പിൽ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള സംഭവമല്ല, അതുകൊണ്ട് കൂടുതലും ഇതൊരു നോർമൽ ടു ഓയിലി സ്കിന്നാണ് സ്യൂട്ട് ആവുന്നത് കേട്ടോ. പിമ്പിൾസ് ഒക്കെ ഉള്ള സ്കിൻ ആണെങ്കിലും വളരെ നല്ലതാണ്. പിന്നെ ഞാൻ അടുത്തത് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ ഒരു അക്വലോജിക്കേൻ്റെ ഇല്ലുമിനേറ്റ് സൺസ്ക്രീനാണ്. നമുക്ക് മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒക്കെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. നമ്മൾ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എപ്പോഴും ഒരു സ്കിൻ കെയറിലൊക്കെ എന്നോട് ആരെങ്കിലുമൊക്കെ ചോദിക്കാൻ ഞാൻ പറയാറുണ്ട്, ഒരു മോയ്സ്ചറൈസർ എന്തായാലും യൂസ് ചെയ്യുക, ഒരു സൺസ്ക്രീൻ എന്തായാലും ഇവിടെ നൈറ്റിലാണെങ്കിൽ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ഇപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റുകളൊന്നും ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവില്ല, സെറം അല്ലെങ്കിൽ കുറേ ടോണർ. അപ്പം ഏറ്റവും ബേസായിട്ട് നമുക്ക് ഇതെങ്കിലും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പം അതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ വന്നിട്ട് നമ്മളുടെ ഈ ഒരു എന്താ പറയുക, ഇത് മാൾസിൻ്റെ തന്നെ ഒരു സോറി നമ്മൾ ഫസ്റ്റ് കാണിച്ചില്ലേ ആ ഒരു സംഭവം തന്നെയാണ് ഈ ഒരു ഐബ്രോ പെൻസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതൊക്കെ മേടിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. ആമസോണിൽ ഇതാ നമ്മുടെ ഈ ഒരു ജൂലൈ മാസം 18 മുതൽ 22 വരെ, ഇന്ന് 18 ഇന്ന് മുതൽ 22 വരെ ബ്യൂട്ടി സെയിൽ ലൈവാണ് കേട്ടോ. പ്രൈം ഡേ സെയിൽ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സെയിലാണുള്ളത്. നിങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റൊക്കെ മേടിക്കുന്ന സമയത്ത് ആ ഒരു സെയിലിൻ്റെ സമയത്ത് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഭയങ്കര ഡിഫറൻസിലൊക്കെ സാധനങ്ങൾ കിട്ടാറുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു കളറാണ് ഞാൻ കൂടുതലും, ബ്ലാക്കിനെക്കാട്ടും എനിക്ക് തോന്നുന്നു ഈ ഒരു കളറാണ് ഒന്നും കൂടെ നന്നായിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കിത് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ കാണിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഒക്കെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു നമ്മൾ കോപ്പർ കിച്ചണിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയില്ലേ, അപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള ചെരുപ്പല്ല, ഞാൻ ആ ഒരു ചുരിദാർ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ആമസോൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. പക്ഷേ അത് ഭയങ്കര നോർമൽ ആയിട്ടുള്ളൊരു ചുരിദാറാണ്. 2000 സംതിങ് ഏറ്റവും റേറ്റ് വരുന്നുണ്ട്. ഇത് കംഫർട്ട് ആയതുകൊണ്ട് മാത്രം ഞാനത് ഇട്ടു, എന്താ പറയുക, കയ്യിൽ വെച്ചാണ് കേട്ടോ. പിന്നെ അടുത്ത് വന്നിട്ട് ഇതാ ഈ ഒരു ഫേസ് സ്കാനുണ്ട്. നമ്മുടെ ഈ ഒരു കാജലാണ്. ഇതുണ്ടല്ലോ ഇങ്ങനത്തെ ബാക്കിൽ നമുക്ക് ഈ ഒരു സ്മോക്കേഴ്സൊക്കെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ സ്മജ് ചെയ്യാനുള്ള ആ ഒരു സംഭവം കൂടെ വരുന്നുണ്ട്. ഭയങ്കര ബ്ലാക്ക് കളറാണ്. പെട്ടെന്ന് നമ്മളൊന്ന് വരയ്ക്കുമ്പോഴേക്കും നന്നായിട്ട് കളറ് കിട്ടുന്നുണ്ട് കേട്ടോ. വെറുതെ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും കളർ എന്ന് പറയില്ലേ, അതേപോലെ നല്ല ബ്ലാക്ക് കളർ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്മജും അത് സംഭവം കൂടെ വരുന്നത് കൊണ്ടാണോ എന്താണെന്നറിയില്ല, ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട്, 400 ഒക്കെ കേട്ടോ. പക്ഷെ നമുക്ക് 200ക്കും 100ക്കൊക്കെ വേറെ ഫേസ് കാജൽ, ഈ ഫേസ് കാനഡ തന്നെ വേറെ കാജൽ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ സ്മജ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്, അതുപോലെ ഇങ്ങനത്തെ സംഭവം ഞാൻ വേറെ കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മേടിക്കാം കേട്ടോ, അത്രേ ഉള്ളൂ. പക്ഷെ ഭയങ്കര പറയാൻ പറ്റില്ല, പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര ഡാർക്ക് കളറാണ്. പിന്നെ ഭയങ്കരമായിട്ട് വാട്ടർ പ്രൂഫ് ഒന്നുമല്ല കേട്ടോ, കുഴപ്പമില്ല. എഴുതാനൊക്കെ ആണെങ്കിലും ഭയങ്കര ഈസിയാണ്. ചിലർ പറയാറുണ്ട് ഇട്ടിട്ട് ഉരതി കഴിഞ്ഞാൽ കുറേ വരുള്ളൂ എന്നൊക്കെ. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് അങ്ങനെയൊന്നുമല്ല, പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അല്ലെങ്കിൽ നന്നായിട്ട് ആ ഒരു കളറ് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേറെ കുറച്ച് സംഭവങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ സെപ്പറേറ്റ് വേറെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കുറച്ച് നെയിൽ പോളിഷുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ മെയിനായിട്ട് ഇന്ന് കാണിക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഓൾറെഡി ഞാൻ ഈ വീഡിയോ മറ്റേ ചാനൽ വേണ്ടി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിട്ട് നിങ്ങൾക്കും കൂടെ കാണിച്ചു തന്നെ. പിന്നെ അടുത്ത ഈ ഒരു ഫേസ് സ്കാനുണ്ട്, നമ്മുടെ ലിപ്പ് ലൈനറാണ്. ഇതിന് ഇത്തിരി റേറ്റ് വരുന്നുണ്ട്. അപ്പം നമുക്കിത് വേണമെങ്കിൽ ലിപ്പ് ലൈനറായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇത് ഫുൾ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ലിപ്സിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ലിപ്സ്റ്റിക്ക് പോലെയും അങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പം നമുക്ക് ഇതിന് പുറമെ വേറെ കളർ വേണമെന്നില്ല, കാരണം അത്യാവശ്യം നല്ല പിഗ്മെൻറ്റഡ് ആണ് ഈ ഒരു കളറ്. പിന്നെ അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അടുത്ത് വന്നിട്ട് ഈ ഒരു ഷുഗറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്, ഒരു നമ്മുടെ ക്രയോൺ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതിൻ്റെ 28 ഹണി റൈഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. കുഴപ്പമില്ല, നല്ല കളറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കളർ ഇഷ്ടമാണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഇത്രയും സാധനങ്ങൾ തന്നെയാണ് ഞാൻ ഇത്തവണ മേടിച്ചിട്ടുള്ളത്. പിന്നെ ആ ഒരു ലിപ്സ്റ്റിക്കും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ലിപ്സ്റ്റിക് ഒക്കെ ആണെങ്കിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കയ്യിൽ ബാക്കി ഉണ്ടെങ്കിൽ അത് നമുക്ക് കവളിലിടാം, പിന്നെ ഐഷോഡോ ആയിട്ട് കണ്ണിലിടാം. പിന്നെ നമ്മുടെ ഷുഗറിൻ്റെ ഇത് ജസ്റ്റ് വേറെ കാണിച്ചതാണ്. പീച്ച് ബോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുറച്ചും കൂടി ഒരു ഓറഞ്ച് ഇതിലേക്ക് വരുന്ന ഒരു എന്താ പറയുക ലിപ്സ്റ്റിക്കാണ്. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്, അതായത് ട്രാൻസ്ഫർ പ്രൂഫാണ്, സ്മച്ച് പ്രൂഫാണ്, അടിപൊളിയാണ്. പിന്നെ ഈ ഒരു ഷുഗറിൻ്റെ 47 ആണെന്ന് തോന്നുന്നുണ്ട്. നമ്മളെ ഉള്ളിൻ്റെ തൊലിയില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം ഉള്ളി എടുത്തപ്പോഴാണ് നോക്കണം, കറക്റ്റ് നമ്മുടെ ഉള്ളിത്തൊലിൻ്റെ കളറാണ് കേട്ടോ. ഭയങ്കര എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ് ഇത്. നിങ്ങൾ എന്തായാലും മേടിച്ചു, എന്ത് രസമാണ് ഈ കളർ കാണാനായിട്ട്. അപ്പോൾ എന്തായാലും എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ബൈ.